നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് ഇന്നത്തെ പ്രധാന ഏറ്റവും ലേറ്റസ്റ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കുമോ? കാപ്പാ കേസ് പ്രതിയായിട്ട് ജയിലിൽ കിടക്കുകയാണല്ലോ. അയാളെ അയോഗ്യനാക്കുമോ? അവിടെ എങ്ങനെ BJP പ്രതിസന്ധി അതിജീവിക്കും എന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് അതിജീവിച്ചിരിക്കുകയാണ്. അവർ സുഗതന് 6 മാസത്തെ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അവധിക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അത് പാസ്സാക്കി കൊടുത്തു. അടിപൊളി. കാരണം ഇവരുടെ കയ്യിലാകെ 49 പേരേ ഉള്ളൂ. ഒന്ന് രാധാകൃഷ്ണനാണ്, നമ്മുടെ പഴയ പ്രസ് ക്ലബ്. അപ്പോൾ അദ്ദേഹം ഇവരുടെ കൂടെ ആണല്ലോ ഓൾറെഡി ഉള്ളത്. അങ്ങനെ 50 പേര്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു വിമത കൗൺസിലറുണ്ട് സുധീഷ്. ഈ സുധീഷ് കൂടി ഇപ്പുറത്തോട്ട് ചെന്നു. അപ്പോൾ 51 ആയി. 51 ഇപ്പം സുഗതൻ ഉള്ളപ്പോൾ ഓൾറെഡി 51 ഉണ്ട്. ഇപ്പം സുഗതൻ്റെ ഒഴിവിലേക്ക് ഒരു 51-അവനായിട്ട് ഇയാൾ വന്നു, സുധീഷ് വന്നു. അതോടുകൂടി അവധി പാസ്സാക്കിയത്. പക്ഷേ നിയമത്തിന് വിരുദ്ധമാണെന്നും പറഞ്ഞ് ബഹളം നടക്കും. നിയമത്തിന് വിരുദ്ധമൊന്നുമല്ല, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിയമമാണ്, ആ ചട്ടമാണ്. നിയമത്തിന് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു. അതെ, യഥാർത്ഥത്തിൽ ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. അതായത് ഇപ്പൊ സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാലും ഈ നഗരസഭയ്ക്ക് കുഴപ്പമില്ല എന്നുള്ളതിന് തെളിവായി. കാരണം ഇയാളുടെ സപ്പോർട്ട് ഉണ്ട്. സുഗതനെ ഇനി അയോഗ്യത കൽപ്പിച്ചിട്ടും കാര്യമില്ല. വേറൊരു കാര്യം കൊണ്ട് ഇനി അഥവാ സുഗതനെ അയോഗ്യത കൽപ്പിച്ചു എന്ന് വിചാരിക്കുക, അവിടെ വീണ്ടും മത്സരിച്ച BJP ജയിക്കും. കാരണം ജനത്തിന് മനസ്സിലായി BJP വന്നതുകൊണ്ടുള്ളൊരു ഗുണം മനസ്സിലായി. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പിന്നെ സുഗതനെ പോലെ നാട്ടുകാർക്ക് പ്രിയങ്കരനായ ഒരാൾ വരുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, കാപ്പാ കേസ് പ്രതിയാക്കിയത് പോലും ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നിട്ടാണ്. അതിനുവേണ്ടി പുള്ളിക്ക് എടുത്തിയാട്ടം കൂടുതലാണ്. പുള്ളി, ഞാൻ പറഞ്ഞ പുള്ളിയുടെ ആ ഒരു ശരീരഭാഷയിൽ തന്നെ ഒരു കലിപ്പുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് അടിക്കുന്ന ക്യാരക്ടറാണ്. അത് ഇയാളും നമ്മുടെ പ്രശാന്ത് ശിവനും ഇവര് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെ. ഇവര് രണ്ടുപേര് ഒരേ അമ്മ പെറ്റ സഹോദരങ്ങളാന്ന് തോന്നത്തുള്ളൂ. പിന്നെ പ്രശാന്ത് ശിവനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജനകീയ ഇദ്ദേഹം. അതെ അല്ലെ, ഈ സുഗതനാന്ന് തോന്നുന്നു. പ്രശാന്തിന് ഗ്ലാമർ ഉണ്ട്, ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ. എന്തായാലും VV രാജേഷ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങളിത് മറികടക്കും. നഗരസഭയുടെ BJP നഗരസഭ പിടിച്ചെടുത്തെങ്കിൽ അതാ BJP ഭരിക്കും. അതിനകത്ത് വേറെ ആരും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഏകദേശം ഭൂരിപക്ഷത്തോടുകൂടിയാണല്ലോ ഭരിച്ചത്. അതെ. ഇനി അഥവാ അങ്ങനെ മാറ്റം വരണമെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആറ്റിങ്ങലിൽ കൊണ്ടുപോയി രാജേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടാവില്ല, നിലവിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അവര് സുരേന്ദ്രൻ അങ്ങാണ്ട് അവിടെ ചാർജ് കൊടുത്തു. അല്ല, സുരേന്ദ്രനെ ആഗ്രഹിക്കുന്നു. അതായത് സുരേന്ദ്രനെ ഈ സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വട്ടം വിട്ട് പറക്കുവാണ്, റാഗി പറക്കുകയാണ് തിരുവനന്തപുരത്തോട്. ഇവിടെ ഒരു വാർത്ത കണ്ടു, സുരേന്ദ്രനെ പോലെ വാർത്ത സൃഷ്ടിക്കാൻ പറ്റിയ മിടുക്കനായ ഒരാൾ ഈ BJP-യിൽ ഇല്ല. അത് സുരേന്ദ്രൻ വാർത്ത സൃഷ്ടിച്ച് തുടങ്ങുന്നത് മീഡിയ വണിന് റിപ്പോർട്ടിലൊക്കെ ആയിരിക്കും. ആദ്യം അവർ കൊടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ സുരേന്ദ്രനെ പോലെ അത്തരം കാര്യങ്ങൾ വിദഗ്ധരായ ഒരാളില്ല. പക്ഷേ കൂടുതൽ ഞാൻ കാണുന്നത് വിജയസാധ്യത സുരേന്ദ്രനേക്കാൾ ആറ്റിങ്ങൽ രാജേഷിന്. കാരണം രാജേഷ് വളരെ ജനകീയനാണ്. അതെ, അപ്പോൾ അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനി തിരുവനന്തപുരത്തിന് എന്താ കുഴപ്പം? കാരണം രാജീവ് ചന്ദ്രശേഖർ MLA അല്ലേ? അതെ, ഇനിയിപ്പോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകത്തില്ല. മത്സരിക്കത്തില്ല. പിന്നെ തിരുവനന്തപുരം നോക്കാമല്ലോ. തിരുവനന്തപുരത്ത് തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ V മുരളീധരനും MLA ആയി, രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് K സുരേന്ദ്രൻ ആറ്റിങ്ങൽ തപ്പി വരുന്നത്. സുരേന്ദ്രൻ അങ്ങനെയാണല്ലോ. സുരേന്ദ്രനെ പ്രസിഡന്റ് ആയിരുന്നപ്പോ 2 മത്സരിച്ചത്. അന്നൊരിടത്ത് മത്സരിച്ച് രക്ഷോട്ട് പോയി. അതെ. അത് 2 മത്സരം നശിപ്പിച്ചു കളഞ്ഞു. മഞ്ചേശ്വരം തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്ത രക്ഷപ്പെട്ടു. ഇപ്പൊ അദ്ദേഹത്തിന് മഞ്ചേശ്വരത്തോട് താല്പര്യം മുഴുവൻ ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്നാ പറയുന്നത്. ഇത്തവണ നല്ല തോൽവി ആയതുകൊണ്ട്, കാരണം ഇടതുപക്ഷം കൂടെ അങ്ങോട്ട് ചേർന്നുകൊണ്ട് ഒരു വാറിൽ വാരിക്കളഞ്ഞു. പിന്നെ വേറെ എന്താണ് ഇന്നത്തെ? പിന്നെ ഈ ലൈഫ് മിഷന്റെ ഇന്നലെ കുറ്റപത്രം കൊടുത്തല്ലോ, ഒരു ഘട്ടത്തിലെ കുറ്റപത്രം CBI കൊടുത്തു. അപ്പൊ അതിനെ തുടർന്ന് വലിയ സൈബർ പ്രചാരണം കമ്മികൾ അഴിച്ചുവിട്ടു. അതായത് ശിവശങ്കർ കുറ്റക്കാരനല്ല, പാവമാണ്. ശിവശങ്കറിനെ മാധ്യമങ്ങളെല്ലാം ചേർന്ന് വേട്ടയാടി, മാപ്രകൾ വേട്ടയാടി, മാധ്യമ വേട്ടയാക്കി ഇരയാക്കി അയാളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ പ്രചരണമാണ്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിജിലൻസിന്റെ കയ്യിൽ ഒരു കേസ് ഇരിപ്പുണ്ട്. ആ കേസിൽ നിന്ന് രേഖകൾ വരാത്തതുകൊണ്ടാണ് ശിവശങ്കർ. അതായത് 3 കേസുകളാണ് ഇതുമായിട്ടുള്ളത്. ഒന്ന് ആദ്യം എടുത്തിരിക്കുന്ന EDയുടെ കേസ്, രണ്ടാമത് ED കേസിന്റെ പശ്ചാത്തലത്തിൽ CBIയുടെ കേസ്, മൂന്നാമത് വിജിലൻസിന്റെ കേസ്. ഇതെല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടി പിണറായി ഉണ്ടാക്കിയ വിജിലൻസ്, ശശിയുടെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ സംഭവം വിജിലൻസ് കേസ്. അപ്പൊ ഇതിൽ EDയുടെ കേസിലാണ് ഇയാൾ ജയിലിൽ കിടന്നത്. അതെ, 1 കോടി രൂപ ഈ ലോക്കറിൽ നിന്ന് കണ്ടുപിടിച്ച തെളിവാണ്. 1 കോടി രൂപ ലോക്കറി കണ്ടുപിടിച്ച തെളിവാണ്. മാത്രമല്ല ഏതാണ്ട് 4.5 കോടി രൂപയോളം, 4,40,00,000 രൂപയോളം കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. എന്റെ എവിഡൻസ് ഉണ്ട്. സന്തോഷ് ഈപ്പൻ 5.5 കോടി കൈപ്പറ്റി, ഇവര് 4.5 കോടി. അതായത് 21 കോടി അനുവദിച്ച് 11 കോടിയും കമ്മീഷൻ എത്തി ഇവർ 2 കോടി കൈപ്പറ്റി. ശരിക്കും റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടനയുടെ
ഈ ഹൗസിംഗ് പുനരധിവാസത്തിന്, പ്രളയ പുനരധിവാസത്തിന് തന്ന പൈസയാണ്. അതുപോലും നിയമവിരുദ്ധമായിട്ട്. അത് ED കേസെടുക്കാൻ കാരണം വിദേശത്തു നിന്നൊരു പണം ആര് കൈപ്പറ്റിയാലും അത് നിയമപരമായിരിക്കണം. അപ്പൊ റെഡ് ക്രസന്റിന് പണം ഇപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റെഡ് ക്രസന്റ് അവിടെ നിന്ന് ശേഖരിച്ചിട്ട് UAE കോൺസുലേറ്റിന് കൈമാറി, UAE കോൺസുലേറ്റ് ഇവർക്ക് കൈമാറി, വ്യക്തികൾക്ക് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കമ്പനിക്ക് കൈമാറി. ഒരിക്കലും പാടില്ല. അതാണ് ഇയാളുടെ സന്തോഷ് ഈപ്പന്റെ കമ്പനി യൂണിറ്റ്. അപ്പൊ ആ ഇടപാടിന് വേണ്ടി പകുതിയോളം രൂപ കമ്മീഷനായി പോയി. ഇവിടെ മൊത്തം കമ്മീഷൻ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. ഇത് കൊണ്ടുവന്നത് രണ്ടുപേരും കൂടെ ഉപയോഗിച്ചു. എന്നിട്ട് ശിവശങ്കറിന്റെ ലോക്കറിലാണോ ഇത് കണ്ടെത്തി? സ്വപ്നയുടെ ലോക്കറിലാണ്. 1 കോടി രൂപ. ഇത് ശിവശങ്കറിന് കമ്മീഷൻ കിട്ടിയ പൈസ ശിവശങ്കർ കൊണ്ടുവച്ച 1 കൊല്ലം ജയിലിൽ കിടന്നില്ല, 1 വർഷം ജയിൽ. അപ്പൊ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ഇന്നലെ CBI കോടതിയിൽ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്, ഈ കേസന്വേഷണം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ FIR സ്പ്ലിറ്റ് ചെയ്യുന്നു, കുറ്റപത്രം സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ സന്തോഷ് ഈപ്പനും സ്വപ്നയും സരിത്തും ഒക്കെ പ്രതിയായി ഒന്നാമത്തെ ഘട്ടം, ഫസ്റ്റ് ഫേസ് ആണത്. ഇനി വിജിലൻസിന്റെ അന്വേഷണം തുടരുകയാണ്. വിജിലൻസിന്റെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിത് വീണ്ടും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. അത് സ്റ്റിൽ ഓപ്പൺ ആണ്. പക്ഷേ വേറൊരു ചോദ്യം ഇവിടെ ഉയരുന്നത്, വിജിലൻസിന്റെ കേസ് ഈസി ആയിട്ട് ഇപ്പൊ കൊടുക്കാം ഈ സർക്കാർ, അവരത് കൊടുക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. വിജിലൻസിന്റെ ഇതിനകത്ത് സർക്കാരിന് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. വാസ്തവത്തിൽ വിജിലൻസ് കേസിന്റെ ആവശ്യമില്ല. അതാണ് ഇന്നിപ്പോ അനിൽ അക്കരെ പറഞ്ഞിരിക്കുന്നത്. അനിൽ അക്കരെ കോൺഗ്രസ്സുകാരനാണ്. വിജിലൻസ് കേസ് തട്ടിപ്പുണ്ടാക്കിയത് ഇവരുടെ പരാതിക്കാരനും അദ്ദേഹമാണ്. അനിൽ അക്കരെ എവിഡൻസ് പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്ത അതും അവർക്ക് ഇവിടെ അത് പറ്റിയില്ല. എവിടെ പിണറായിയുടെ മകളുടെ വിഷയത്തിൽ പറ്റിയില്ല. അത് പറ്റിയിരുന്നെങ്കിൽ ഇവർക്ക് അത് ഊരിക്കൊണ്ട് പോയിരുന്നു അതോട്. ഇവിടെ ഇത് സാധിച്ചു. അതാണ് ഇതിനകത്ത് പറ്റിപ്പോയൊരു കാര്യം. എന്തായാലും CPM-ന്റെ പ്രചരണം വ്യാജമാണ്. വലിയ വികാരപരമായി പലരും, ഞാനൊരു TK സുജിത്ത് പറഞ്ഞ ഒരാളുടെ ഒരു പോസ്റ്റിൻ്റെ അടി ഇപ്പോൾ ഞാൻ കമന്റ് ഇട്ട് അവന്മാരെന്നെ ചീത്ത വിളിച്ചിരിക്കും. അവന്മാരെല്ലാം കൂടെ കൂടി ഞാൻ ചുമ്മാ കളിയാക്കിയിട്ട് പോകുന്നു. ഈ പുണ്യാളൻ പിന്നെ എന്തിനാ ജയിലിൽ കിടന്ന് ഞാൻ ചോദിച്ചിട്ട് പോകുന്നു. എങ്ങനെയോ എന്നെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പൊ അതിന്റെ അടിയിൽ അമ്മമാര് ചീത്ത കുറ്റപത്രം കൊടുത്തതാണ് ആ കേസ്. ED കുറ്റപത്രം കൊടുത്ത് അത് വിചാരണ ട്രയലിന്റെ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. കുറ്റക്കാരനാണ് അയാൾ. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇത്രയും നല്ലൊരു പുണ്യാത്മാവിനെ CBI കേസ് നിങ്ങൾ പിണറായി വിജയനെ വേട്ടയിടാൻ വേണ്ടി നിങ്ങൾ ശിവശങ്കറിനെ ആയുധമാക്കിയില്ലേ, ജയിലിൽ അടച്ചെന്നാ. ഇപ്പൊ കണ്ടോണോ അടുത്ത കേസ് വരുമ്പോ ഏതാ മറ്റേ എക്സാലോജിക്കിന്റെ കേസിൽ ഈ ഐഡിയ മൊത്തം പറഞ്ഞു കൊടുത്ത് പൈസ മുഴുവൻ മേടിച്ച് ഈ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തത് ഈ ശിവശങ്കർ. നമുക്ക് അടുത്ത ഗൗരവമേറിയ വിഷയം, ഞാൻ ഏറ്റവും ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 2 ഗൗരവമേറിയ വിഷയങ്ങൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ PSC ആയി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതെന്താണ് ഇന്ന് PSC-യുടെ ഇപ്പൊ നമ്മുടെ ആ പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് ഞെട്ടിപ്പോയി. അത് അരുൺ ജയപ്രതാപ്, അതായത് അയാൾക്ക് വേണ്ടി 10 ചോദ്യം PSC വേണ്ടാന്ന് വെച്ചു. അതായത് അയാൾ എഴുതിയത് ശരിയാകാത്തതുകൊണ്ട്. അതെ, അതിൽ 6 എണ്ണം അയാൾ എഴുതി തെറ്റിപ്പോയി, 4 എണ്ണം അയാൾക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഈ 10 ചോദ്യങ്ങൾക്ക് 58 മാർക്കാണ്. ഈ 58 മാർക്കിന്റെ ചോദ്യം വാല്യുവേഷൻ ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്ന PSC തട്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്ലാനിംഗ് ബോർഡിൽ ചീഫ് എന്ന 1,66,000 രൂപ ബേസിക് സാലറിയുള്ള തസ്തിക. അതാണ് 1,66,000 രൂപ ബേസിക് സാലറിയുള്ള ആ തസ്തികയിലേക്ക് 3 പേരെ നിയമിക്കുന്നു. ആ 3 പേരെ നിയമിക്കാൻ വേണ്ടി നടത്തിയ ടെസ്റ്റിൽ ഇവർക്ക് കയറ്റേണ്ട ഈ പറയുന്ന അരുൺ ജയപ്രതാപിനെ പരീക്ഷ എഴുതിയപ്പോൾ ഈ 10 ചോദ്യത്തിൽ അയാൾക്ക് 4 ചോദ്യം എഴുതാൻ പറ്റില്ല, 6 ചോദ്യം തെറ്റിപ്പോയി. അതുകൊണ്ട് ആ 10 ചോദ്യം വാല്യുവേഷന്റെ ഒഴിവാക്കി. ബാക്കി പിന്നെ ഈ 42 മാർക്കിന്റെ ചോദ്യം, 42 മാർക്കിന്റെ സാധനം എടുത്തിട്ടാണ് അതാണ് ഇവര് റാങ്കിൽ. ശതമാനക്കണക്ക് കറക്റ്റ് ചോദിക്കണം. 60% മാർക്ക് വേണ്ടെന്ന് വെച്ച് 40% വാല്യുവേഷൻ നടത്തുക. എന്നിട്ടാണ് ഈ ബ്രിട്ടാസ് സംഘവും അവിടെ പോയി കുത്തി പിടിച്ചിരിക്കുന്നത്. ഇവരാരും മിണ്ടുന്നില്ല. മാത്രമല്ല, ഞാൻ ഇതിനെ സംബന്ധിച്ച് പരാതി ചെന്നു, വിവരാവകാശ അപേക്ഷ ചെന്നു, ഇവർ കൊടുത്തില്ല. ഇതിപ്പോ ഈ സർക്കാർ ഈ സർക്കാർ കയറിയത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോ നടക്കുന്നത്. 90 സമാന പരാതികൾ വന്നിട്ടുണ്ട്. ഇതിന് കുറേശ്ശെ കഴിഞ്ഞ് അങ്ങോട്ട് ഓരോരുത്തരെ തൊടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ഈ അന്വേഷണം വിസ്മൃതിയിലേക്ക് പോകും. കൂടുതലൊന്നും ഇത് മുന്നോട്ട് പോകില്ല. വേറൊരു എക്സാമിന്റെ കണ്ടില്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞെട്ടിപ്പോയി. അത് UGCക്ക് സമാനമായ തസ്തികയാണ്. അതിന് നെറ്റും സെറ്റും അതിന് ആ വിഷയത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇതിന്റെ അനുബന്ധമായിട്ട് ഇത് ഉള്ളത് മറ്റ് യോഗ്യതകളെല്ലാം ഇവർക്ക് എല്ലാവർക്കും PhD വരെയുള്ള ആളുണ്ട്. ടെസ്റ്റ് എക്സാമിനേഷന് റിട്ടേൺ ടെസ്റ്റ് 92 മാർക്കുള്ള ആൾ റാങ്ക് ലിസ്റ്റിൽ. അയാൾക്ക് PhD ഉണ്ട്. അയാൾക്ക് PhD 92 മാർക്കുള്ള ആൾ, 27 മാർക്കുള്ള ആൾ 1ാം റാങ്കിൽ. എങ്ങനെയാണ് അഭിമുഖത്തിന് 40-36 മാർക്കും അയാൾക്ക് കൊടുത്തു. അഭിമുഖം മറ്റേ ആളുടെ അഭിമുഖത്തിൽ ഔട്ടാക്കിയിട്ട് ഇയാൾക്ക് കൊടുത്തു.
ഫുൾ മാർക്കും കൊടുത്തു. രണ്ടാം ഈ 40-36 മാർക്ക് കിട്ടിയ അല്ല 20-20 കൊടുത്തു. 40-36 ഞാൻ കണ്ടേ. അത് മൊത്തത്തിലാണ് 20-ലാണ്. 20 അത് പിന്നെ 20-ൽ ഇത്ര ശതമാനം 70% കൊടുക്കാൻ പാടില്ല. പക്ഷെ കൊടുത്തു. പക്ഷേ ഇത് ഫുൾ മാർക്കും കൊടുത്തു. അതായത് 15 മാർക്കിൽ കൂടുതൽ കൊടുക്കരുത്. അപ്പോൾ എന്ത് പറ്റി, ഈ 15 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കവർ ചെയ്യത്തില്ല, 1ാം റാങ്കിലേക്ക് എത്തത്തില്ല. അതിന് എന്ത് ചെയ്തു, 20 മാർക്കും കൊടുത്തു. അപ്പോൾ 1ാം റാങ്കിൽ. ആലോചിച്ച് നോക്കിയേ, അതായത് റിട്ടേൺ ടെസ്റ്റ് ആണല്ലോ പലപ്പോഴും ഈ PSC പരീക്ഷ നമ്മൾ പഠിക്കുന്നത്. റിട്ടേൺ ടെസ്റ്റിൽ 92 മാർക്ക് കിട്ടിയ ആൾ ഔട്ടാക്കിയിട്ട് 27 മാർക്ക് കിട്ടിയ ആൾക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വിശാഖൻ, നിങ്ങളൊരു കാലോചിക്കേണ്ടത് ഈ CPM-ന്റെ കാലത്ത് ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്തുണ്ടായിട്ട് അവന്മാരെ പൊക്കിയല്ലോ. ഇവന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പം PSC-യുടെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ കിട്ടി. അങ്ങനെയാണ് അവന്മാർ അയോഗ്യരാക്കുന്നത്. അത് ഇങ്ങനെ 1, 2, 1, 4 റാങ്ക്. അത് അതിന് വേണ്ട സംവിധാനം അവർ എത്തിയോ. ഇവന്മാർ ഗുണ്ടകളാണ്, യുവമാരെ പോലീസിൽ കൊണ്ടുവരണം. അവിടെയാണ് അവരുടെ. ഇന്ന് എനിക്ക് ഒരാൾ ഒരു സാധനം അയച്ചു തന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പരിശോധിക്കാതെ പറയാൻ പറ്റത്തില്ല. എങ്കിലും ത്രിവത്സര LLB-ക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 1 മുതൽ 14 വരെ റാങ്ക് ഒരു പ്രത്യേക സ്ഥാപനത്തിനാണ് കിട്ടിയിരിക്കുന്നത്. 1 മുതൽ 14 വരെ റാങ്ക്. ആ വാല്യുവേഷൻ ക്യാബിന്റെ ചീഫ് ആ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നു. എങ്ങനെയാണ് 1 മുതൽ 14 വരെ റാങ്ക് ഒരേ ഒരു കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്, കേരള യൂണിവേഴ്സിറ്റിയുടെ ത്രിവത്സര LLB. ഇതൊരാൾ എനിക്ക് ഞാൻ വെരിഫൈ ചെയ്യാൻ നേരം കിട്ടാത്തതുകൊണ്ട് പേര് പറയാത്ത. 1 മുതൽ 14 വരെ റാങ്ക് ത്രിവത്സര ഒരേ സ്ഥാപനത്തിൽ കിട്ടുന്നു. ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു ഈ കേരള യൂണിവേഴ്സിറ്റി LLB-യുടെ വാല്യുവേഷൻ. ഈ CPM-ന്റെ കാലത്ത് ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. ഇപ്പം ഞാൻ പറയാം, ഈ സർക്കാർ വന്ന് ഈ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ പരാതി വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ പരാതി ഇവർ മുക്കത്തില്ല, പരാതി ഒരു അന്വേഷണം നടത്തും. എന്നിട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കും. ക്ലീൻ ചിറ്റ് ആഭ്യന്തര വിജിലൻസ് സെന്റിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കും. അതിനുവേണ്ടി ഇവർ ചെയ്യും, ഈ ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ നേരം എന്നാണ് ആദ്യം ഇവർ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും. എന്നിട്ട് അതിന് ആൻസർ എല്ലാം റെഡിയാക്കിയിട്ട് ഈ ഉദ്യോഗാർത്ഥിക്ക് കൊണ്ട് കൊടുക്കും. ഇത് മുഴുവൻ പഠിച്ചോണം ഇതായിരിക്കും ചോദിക്കും. എന്നിട്ട് ഇത് ഇവർ ഈ ക്യാമറയിൽ പകർത്തി ഈ സാധനം എടുത്തിട്ട് ഇയാൾ മിടുക്കനാണ്, ഇയാൾക്ക് എല്ലാം അറിയാം. ഇപ്പം തന്നെ ഈ അരുൺ ജയപ്രതാപ് എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാണ്, ഇപ്പം എൻ്റെ ജോലി പോകുമോ എന്നുള്ള ഭീതിയിലാണ് ഞാൻ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ ഇടത് യൂണിയൻ നേതാവാണ്. വാട്ടർ അതോറിറ്റി. ഇതുപോലെ തന്നെ ഈ SSK-കളുണ്ടല്ലോ, അതുപോലെ BRC-കൾ, അവിടെ കൊള്ളടത്തെല്ലാം ഇങ്ങനത്തെ ഇവരുടെ ഈ KSTA-യുടെ ആൾക്കാരെ. അത് പക്ഷെ ഒന്ന് ആലോചിക്കണ്ടേ, 12,000 രൂപ മറ്റേ പെൺപിള്ളേർക്ക് 12,000 രൂപ ശമ്പളം എന്ന് കേട്ടല്ലോ BRC-ല്. അത് അവർ കരാർ ജീവനക്കാർ. എന്നാലും 12,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ കുറവല്ലേ? അതാരോ ചെയ്യുന്നത്. അതിന് പകരമാണല്ലോ MDMA വയ്ക്കുന്നത്. ലൈസൻസ് ഈ 12,000 രൂപ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് അതർ ഓപ്ഷൻ ഈ സൈഡിൽ കൂടെ MDMA തരാം എന്നുള്ളതാണ്. എന്തൊക്കെ വേണേലും നടക്കും. അല്ല, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ PSC-യുടെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേർക്ക് യാതൊരു വിധത്തിലും അപ്പോയിൻമെന്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. ഐഷ ഘോഷിനെ കുട്ടി ചുമന്നുകൊണ്ട്. ഐഷി ഘോഷ് എന്താണ്? ഐഷി ഘോഷിനെ ചുമന്നുകൊണ്ട് പോകുന്നു. അതിലൊക്കെ രസം, അത് വെച്ച് മാർക്കറ്റ് ചെയ്ത് ഇയാൾ ഇവിടെ സൂപ്പർ സെക്രട്ടറി കളിക്കുക. ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ CPM-ന് 2 തരത്തിലുള്ള നേതാക്കളാണുള്ളത്. ഒന്ന് പിണറായിയെ പോലെ ധാർഷ്ട്യക്കാർ, അതായത് വെട്ടൊന്നെ മുറിരണ്ടെ നടക്കുന്ന MM മണിയെ പോലുള്ള ആളുകളെല്ലാം അതിന്റെ അടുക്കാൻ ഭയപ്പെടുന്ന ധാർഷ്ട്യക്കാര നേതാക്കൾ. അതാണ് CPM-ന്റെ ഒരു പൊതു സ്വഭാവം. നമ്മളിപ്പം സാധാരണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ നോക്കാം, അവർ വലിയ അവന്മാർ ശ്വാസം പിടിച്ചില്ല നടക്കാറ്. അതെ, നമ്മളെപ്പോഴും പറയുന്നത് ഈ ബലം പിടിച്ച് കക്ഷത്തിൽ തേങ്ങ വെച്ച് നടക്കുന്ന ടീംസാണ്. ഇത് ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് നമ്മുടെ ഗോവിന്ദൻ മാഷെ പോലെ, അല്ലെങ്കിൽ P. രാജീവിനെ പോലെ, M. സ്വരാജിനെ പോലെ മനുഷ്യ അവർക്കും അറിയത്തില്ല എന്നാ പറയുന്നതെന്ന്. എന്നാ അവരുടെ ലക്ഷ്യം, അവർക്കറിയാത്ത കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലാവും. അവരെന്തോ അങ്ങ് പറയുക, ആരും മനസ്സിലാവും. അവരിലൂടെ പറയപ്പെടുന്നു, എന്തോ പറയപ്പെടുന്നു. ആ രീതിയിലുള്ള ട്രെയിനിങ്. അതിപ്പോ ഈ നമ്മുടെ ചില പെന്തക്കോസ്ത് കരസ്മാറ്റിക് ആൾക്കാരുടെ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഭാഷ എന്താണെന്നറിയില്ല, കാലകേന്റെ ഭാഷയാണ് ബാഹുബലി. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം ഭാഷയിലൂടെ സംസാരിക്കുന്ന ഒരു ടീം, ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഖമാണ് വാസ്തവത്തിൽ ബ്രിട്ടാസിന്റെ. ബ്രിട്ടാസ് ചിരിച്ച് എല്ലാവരും എപ്പോഴും ചിരിക്കും. അതൊരു മാധ്യമ പ്രവർത്തകനായത്, നല്ലൊരു ഇന്റർവ്യൂവർ ആയതോ ഒരു ഗുണം. നന്നായിട്ട് ചിരിക്കും ആളുടെ സമയം. പിന്നെ മാത്രം നല്ല വിദ്യാഭ്യാസം ഉണ്ട്, സംസാരിക്കാൻ അറിയാം, എല്ലാ ഭാഷ അറിയാം. പക്ഷേ സാധാരണ ഒരിക്കൽ പോലും പാർട്ടി പ്രവർത്തകനായിട്ടില്ല. കാരണം വിദ്യാഭ്യാസം JNU കഴിഞ്ഞ ഉടൻ തന്നെ ദേശാഭിമാനി കയറി, ദേശാഭിമാനി കൈരളി കയറി, കൈരളി അങ്ങനെ പാർട്ടി പ്രവർത്തകനായ ആളാണ്. അങ്ങനെ പാർട്ടി പ്രവർത്തനം പുള്ളി ഒരിക്കൽ പോലും SFI നേതാവ് പോലും അല്ല.
JNUവിൽ നിന്ന് പുള്ളി ദേശാഭിമാനി കയറി, ദേശാഭിമാനി നിന്ന് പുള്ളി കൈരളിയുടെ MD ആയി. അതെ. ആർക്കണം ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് പോലും അല്ല പുള്ളി കൈരളിയുടെ MD ആകുമ്പോൾ. ഇദ്ദേഹം ഈ കലാപം പുള്ളിയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് നമ്മുടെ 92-ലെ ബാബറി മസ്ജിദ് ഡൽഹിയിലാണല്ലോ. അപ്പം അവിടെ നിന്ന് അദ്ദേഹം നേരെ പോയി ഈ കൈരളിയുടെ MD ആവുന്നു. ഈ കൈരളിയുടെ MD സ്ഥാനത്ത് നിന്ന് നേരെ അദ്ദേഹം ഏഷ്യാനെറ്റ് ഇടയ്ക്ക് പോയതാ, ഇടയ്ക്ക് ട്രെയിനിങ്ങിന് പോയതാ. ഏഷ്യാനെറ്റ് പോയെന്ന് പറഞ്ഞാൽ ഇവര് തകർക്കാൻ പോയതാ, അല്ല അവിടുന്ന് പണി പഠിക്കാൻ പോയതാ. അതിപ്പോ അന്ന് പാർവതി ദേവിയും വിട്ടായിരുന്നു. ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി അവിടെ പോയി, MG രാധാകൃഷ്ണൻ ഒക്കെ. അതെ, കൈരളി തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ ഈ ഒരു വലിയൊരു സംഘത്തെ അങ്ങോട്ട് അയച്ചു, അത് ജോലി പഠിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു, രാജ്യസഭാംഗമാവുന്നു, കേന്ദ്ര കമ്മിറ്റി. ആ ഒരു ഭയങ്കരമായ പ്രൊമോഷൻ. അതായത് കെട്ടിയിറക്കാണ് ഇത്. ഇതുപോലൊരു ഭാഗ്യം പിന്നെ കിട്ടിയത് വീണ ജോർജിന്. ഇതുപോലെ വന്നു നേരെ സംസ്ഥാന കമ്മിറ്റി പ്രത്യേക ക്ഷണിത മന്ത്രിയായി. അപ്പം ഒരു പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തമ്മിൽ ഭേദം ബ്രിട്ടാസ് തന്നെയാണ്. CPM-നെ ഇപ്പം മുമ്പിൽ കാണിക്കാൻ പറ്റാവുന്ന ഒരു മുഖം ബ്രിട്ടാസ്. ബേബിയും ബ്രിട്ടാസും എല്ലാം കൂടെ B ആണല്ലോ, എല്ലാം ഒരു ഓപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. പിണറായിക്കെതിരെ ഒരു സംഘടിത നീക്കം പല കോണിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഇന്നലെ ഷംസീർ പറഞ്ഞത്. പക്ഷെ ബ്രിട്ടാസ് ഒരിക്കലും പിണറായി തള്ളി പറയത്തില്ല. കാരണം പിണറായിയാണ് ബ്രിട്ടാസിനെ ബ്രിട്ടാസ് ആക്കിയത്. അത് പിണറായിയെ പിണറായിക്കത് ബ്രിട്ടാസാണ്. അതെ, ബ്രിട്ടാസിനെ ബ്രിട്ടാസ് ആക്കിയത് പിണറായി. എവിടെ പോയാലും ഇങ്ങേരും കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ പിണറായിയാണ് ബ്രിട്ടാസിനെ പാർട്ടിയിൽ ഉന്നത പദവികളിലേക്ക് കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചത്. പക്ഷെ പിണറായിയുടെ മുഖം മാറ്റി പിണറായിയെ ഒരു മുഖ്യമന്ത്രി ഒരു മെറ്റീരിയൽ ആക്കിയത് ബ്രിട്ടാസാണ്. അത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് അദ്ദേഹം ഇങ്ങോട്ട് വരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇടപെട്ടി. പക്ഷേ ഐഷി ഘോഷിന്റെ കേസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കേസ്. അതെ, അതിപ്പോ ജാമ്യമുള്ള വാറണ്ട് കോടതി ഹാജരാകത്തോണ്ട് വാറണ്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ യഥാർത്ഥ ചർച്ചാ വിഷയം ADGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കുറെ കാലമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ എനിക്ക് ഇതിനെക്കുറിച്ച് തറവ് അറിയാവുന്നതുകൊണ്ടാണ് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറയാൻ. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, കോടതി ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് റദ്ദാക്കുകയാണ് ഉണ്ടായത്. ശ്രീജിത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ നമ്മൾ കേട്ടത് എന്താണ്, ശ്രീജിത്തിന്റെ കയ്യിൽ ഇതിനെല്ലാം തെളിവുണ്ട്, ശ്രീജിത്ത് അനുവാദം മേടിച്ചിട്ടാണ് പോയത്. അതുപോലെ അദ്ദേഹം അവിടെ യൂണിഫോമിൽ. ഇതിനകത്ത് മനസ്സിലാക്കണം, ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിലേറെ മാധ്യമപ്രവർത്തനം നടന്ന ആൾ, നിങ്ങളെ സംബന്ധിച്ചുള്ള അറിയാവുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും അധികം രാഷ്ട്രീയം ഗ്രൂപ്പുകൾക്കുള്ള ഒരു മേഖലയാണ് പോലീസ്. അതിന്റെ കാരണം ഈ പോലീസിന്റെ ടോപ്പ് പോസ്റ്റ് 4 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ 4-ൽ തന്നെ 2 ഉള്ളൂ, മറ്റത് കേഡർ പോസ്റ്റ് ആയിട്ട്. മറ്റു 2 കേഡർ പോസ്റ്റ് അല്ല, അതിൽ പ്രത്യേക ഇളവ് സഹിതം കൊടുത്തിരിക്കുന്നതാണ്. ഈ 4 പോസ്റ്റിലേക്ക് പലപ്പോഴും അതിലധികം ആളുകൾ വരും. കാരണം എല്ലാവർക്കും DGP ആകാൻ പറ്റത്തില്ല. DGP ആകാം, പക്ഷേ ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് DGP ആകത്തില്ല. ഈ 4 പേര് ഞാൻ പറഞ്ഞത് ഈ 4 പേരിൽ റിട്ടയർ ചെയ്ത, ഉദാഹരണത്തിന് മനോജ് എബ്രഹാം സാർ എന്നാ റിട്ടയർ ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. നേരത്തെ DGP ആയതാ. അദ്ദേഹത്തിന് ഒരു 6 കൊല്ലം കൂടെയും കാണും സർവീസ്. എന്നിട്ടും അദ്ദേഹം ക്രമസമാധാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ വിജിലൻസ് ഡയറക്ടർ, അതായത് DGP രണ്ട് പോസ്റ്റുകളാണ്, 4 പോസ്റ്റാണ് DGP ഉള്ളത്. 2 കേഡർ പോസ്റ്റ് ഉണ്ട്. ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള മെയിൻ DGP, അയാളാണ് കേരള പോലീസിന്റെ ചീഫ് സമാധാന ചുമതലയുള്ള DGP. രണ്ടാമത്തേത് വിജിലൻസ് ഡയറക്ടർ, പിന്നെ ഫയർഫോഴ്സ്, പിന്നെ ഏതെങ്കിലും 2 വിടാം, അങ്ങനെ ഉള്ളൂ. പിന്നെ 2 DGP ആകുമ്പം ഇപ്പം ജേക്കബ് തോമസിനെ ഏതാ DGP പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് വെച്ചത്. ഏത് പോസ്റ്റ് വേണേലും വെക്കാം, ക്രിയേറ്റ് ചെയ്യും. ആ പോസ്റ്റ് ഇവരെവിടെ ചെന്നിരിക്കുന്നോ ഇവരുടെ പദവിക്ക് അനുസരിച്ച്. അപ്പൊ ഇവിടെ ഈ ശ്രീജിത്തിനേക്കാൾ 1 വർഷം സീനിയറാണ് അജിത് കുമാർ. അപ്പൊ അജിത് കുമാർ DGP ആണ്, ഓട്ടോമാറ്റിക്കലി അജിത് കുമാർ ആവേണ്ടത്. അതിന്റെ കാരണം അജിത് കുമാർ ആവുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് രാജ് പുരോഹിത് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അവിടെ കേന്ദ്രത്തിലാണ്. അങ്ങനെ വരുന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ പോസ്റ്റ് ഒഴിവാക്കി. അപ്പം ഈ ശ്രീജിത്തിന് ഈ പോസ്റ്റ് കിട്ടും എന്നുള്ള പേടിയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വിചാരം മുഴുവൻ, അതായത് ഈക്വൽ ആയിരിക്കുന്നവരെ MR അജിത് കുമാർ ശ്രീജിത്ത് DGP പോസ്റ്റിൽ ആകാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം കടപ്പെടുന്നത്. അപ്പം ശ്രീജിത്ത് എക്കാലത്തും ശ്രീജിത്തിന് കുഴപ്പം എന്ന് വെച്ചാൽ ഇയാൾ അടുപ്പമുണ്ടെങ്കിൽ, ഞാൻ ശ്രീജിത്തിനെ പരിചയപ്പെട്ട് അറിയുന്നത്, നമുക്കൊരാളുമായിട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ടെങ്കിൽ ഭയങ്കര അടുപ്പമാണ് അയാൾ. എന്നിട്ട് അവരുമായിട്ട് വളരെ അടുപ്പമാണ്, വളരെ അതിനകത്ത് ഈ ഫോർമാലിറ്റി ഒക്കെ മറന്ന് സൗഹൃദം കാണിക്കും. എന്ന് വെച്ചാൽ ഈ മറ്റ് പല IPS-കാരും പോലെ വലിയൊരു IPS പശ്ചാത്തലത്തിൽ ഉണ്ടായ ആളല്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കസ്റ്റംസിൽ ഒരു പ്രിവന്റീവ് ഓഫീസറായിരുന്നു, സാധാരണ ഓഫീസറായിരുന്നു അയാൾ. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഈ IPS എഴുതിയെടുക്കുന്നത്. അങ്ങനെ ഈ IPS ആയി ശ്രീജിത്ത് പൊതുവെ പോലീസിൽ ആളുകളോടൊക്കെ നല്ല അഭിപ്രായമാണെങ്കിലും ഈ നേതൃരംഗത്ത് ഒരുപാട്, ഒന്നാമത്തെ കാര്യം അദ്ദേഹം കടുത്ത ഭക്തനാണ്. ഇപ്പൊ ഈ ശബരിമലയിൽ അദ്ദേഹം പോയി കരഞ്ഞത് അതൊന്നും പിണറായിക്ക് പിടിച്ചിട്ടില്ല. ശബരിമല കരഞ്ഞു എന്ന് പറയുന്നത് കാരണം പിണറായിയുടെ നിലപാടിനെതിരായിരുന്നല്ലോ. പിന്നെ വലിയ കലാകാരനാണ്, വലിയ പാട്ടുകാരനാ. ഈ ക്ലാസിക്കൽ
ഇതിന്റെ മ്യൂസിക് ഒക്കെ ആളാണ്. പഠിച്ചു. പിന്നെ ഇദ്ദേഹം അയാളുടെ ഭക്തി ഒറിജിനലാണ്. എല്ലാ മാസവും എന്ത് തിരക്കാണേലും ഇദ്ദേഹം മൂവാംബിയെ പോകും. മൂവാംബിയ ഉപാസന എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് ഞാൻ അദ്ദേഹത്തെ മൂവാംബിയ വെച്ച് കണ്ടിട്ടുണ്ട്. ഓ ശരി. ഞാൻ മൂവാംബികയിൽ ഞാൻ തൊഴാൻ പോയപ്പം നമ്മളിങ്ങനെ ഇടിച്ചു കയറി തൊഴാൻ പോവാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ ഈ ഒരാൾ ഇരിക്കും. ഞാൻ അറിയാതെ നമ്മളിങ്ങനെ കയറിപ്പോയപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വിശ്വടാ ഇത് പരിചയമുണ്ടോ നോക്കി ശ്രീജിത്താണ്. ഞാനപ്പോൾ പതിയെ അവിടെ സെക്യൂരിറ്റിക്കാരൻ നമ്മളെ വിടത്തില്ല തിരക്ക്. ഞാൻ ഒന്ന് ചോദിച്ചിട്ടൊന്ന് സംസാരിച്ചപ്പോൾ അയാൾ ഒക്കെ പറയും. ഞാൻ തട്ടി കണ്ണു തുറന്ന് എന്നെ ഇങ്ങനെ ചിരിച്ചു. പിന്നെയും കണ്ണടച്ചിരുന്ന് പുള്ളി ധ്യാനത്തിലിരിക്കും. കണ്ണടച്ച് പിന്നെ ഇരിക്കുക. പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നു. അപ്പൊ ഇത്രയധികം ഭക്തനായ ഒരു മനുഷ്യൻ മനോഹരമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം ഇദ്ദേഹത്തോട് വലിയ വിരോധവും പകയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം ഈ കേസ് ചോദിക്കും. ഈ കേസിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ കോടതി സംഭവിച്ചത് എന്താണ്? കോടതിയിൽ ശരിയാണ്, കോടതി ശ്രീജിത്തിന് കൊടുത്ത ക്ലീൻ ചിറ്റ് റദ്ദാക്കി. ഈ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതിനർത്ഥം ശ്രീജിത്ത് കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, അതിനകത്ത് ആ നടപടിക്രമങ്ങൾ തെറ്റി. അത് ചെറിയൊരു നടപടിയുള്ളൂ. അത് മനഃപൂർവ്വം പണിഞ്ഞതാണ്. മനഃപൂർവ്വം പണിത്. അതായത് ശ്രീജിത്തിനെതിരെ ഒരു പരാതി വരുന്നു ഹൈക്കോടതിയിൽ. പരാതി കൊടുക്കുന്ന ആരാ? ഈ ദിബിൻ എന്ന് പേരുള്ള ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു AMV ആണ്. അതായത് ഏറ്റവും ലാസ്റ്റ് പോസ്റ്റാണ്. ഈ AMVയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു പെണ്ണ് കേസിൽ പ്രതിയായി. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോൾ. അതെ, അയാളുടെ പെണ്ണ് കേസിനകത്ത് ചാറ്റൊക്കെ കണ്ടു. ആ ചാറ്റൊക്കെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ആ ചാറ്റിന്റെ വിശദാംശങ്ങൾ കണ്ട് ആ ചാറ്റ് കണ്ടു, പരാതി വന്നു, സ്വാഭാവികമായും സസ്പെൻഡ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല ഇയാളെ കുറിച്ച് നേരത്തെ പരാതിയുണ്ട്, വിജിലൻസ് അന്വേഷണമുണ്ട്. കാരണം ഇയാളുടെ യൂണിഫോം ഇട്ടിട്ട് അസാധ്യ സംഭവം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുത്തനെ വന്നിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജോലി പഠിച്ച കാശ് നിങ്ങൾക്ക് എനിക്ക് തരിക, ആദ്യം ജോലി കിട്ടിയില്ല കാശ് തിരിച്ചു തരാം. സർവീസിലുള്ള ആള് അയാളുടെ ഔദ്യോഗിക വാഹനത്തിനകത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് യൂണിഫോമും ധരിച്ചുകൊണ്ട് ഇതിന്റെ പേരിൽ അച്ചടക്ക നടപടി എടുത്തിട്ട് വിരോധം തീർക്കാൻ വേണ്ടിട്ട് അജിത് കുമാർ ഇയാളെ പിടിച്ചു. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരെല്ലാം കൊണ്ട് പിടിക്കുന്നതാണോ. അപ്പൊ അല്ലാതെ ഇയാളോ സ്വന്തം പോകുന്നല്ലോ. ദിവ്യൻ ഇടവണ്ണ എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് നമുക്ക് മെയിൽ അയക്കുന്നതാണ്. അപ്പൊ ഇയാൾ അജിത് കുമാർ പിടിച്ചിട്ട് ഈ കക്ഷി ശ്രീജിത്തിനെതിരെ പോരാട്ടം. അപ്പൊ ശ്രീജിത്തിനോട് നമ്മുടെ നിർഭാഗ്യവശാൽ KM ഷാജഹാനുമായിട്ട് പണ്ട് മുതൽ ഉടക്കാം. KM ഷാജഹാൻ സത്യസന്ധന ഓഫീസർ. പക്ഷേ ആരൊക്കെയോ ഷാജഹാനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുവാണ് ഈ ശ്രീജിത്ത് വലിയ കുഴപ്പക്കാരനാണ്. അപ്പൊ ശ്രീജിത്തിനെതിരെ ഷാജഹാൻ നിരന്തരം അടിക്കും. അപ്പൊ ഷാജഹാനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് ശ്രീജിത്തിന് അനുകൂലമായിട്ട് വിധി വന്നു. മാത്രമല്ല ഈ ശ്രീജിത്തിന്റെ ഇപ്പോഴത്തെ ഈ ദുബായ് പോയ കേസുമായി ബന്ധപ്പെട്ട് ഷാജഹാനും പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഷാജഹാൻ അടക്കമുള്ളവർക്കെതിരെ 7 കേസ് പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീജിത്ത് ദുബായ്ക്ക് പോകുന്നു. അവിടെ ഒരു ആയുർവേദ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ ആയുർവേദ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുന്ന 6-7 പെണ്ണുങ്ങൾ എന്റെ ജോലി ചെയ്യുന്നതാണ് ഈ ആയുർവേദ സെന്റർ. ശ്രീജിത്തിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ ആയുർവേദ സെന്ററുമായിട്ട് ബന്ധം. അപ്പൊ പുള്ളി പറയണ പുള്ളി അവിടെ എന്തോ ഒരു ആവശ്യത്തിനൊരിക്കൽ പോയപ്പം ഈ ഷട്ടിൽ കളിക്കുമ്പോൾ കാലൊളുക്കി. അപ്പൊ ഇവരാണത് ക്ലിയർ ആക്കി തന്നത്. അപ്പൊ ആ ഡോക്ടർ എന്നോട് വരാമോ ചോദിച്ചു. ഞാൻ പോയി. അപ്പം ഈ ആയുർവേദ സെന്ററിനെ കുറിച്ച് ഈ ഷാജഹാൻ അടക്കമുള്ളവരെ പിന്നെ വാർത്ത കൊടുത്ത അപ്പൊ ഈ സ്പാ എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾക്ക് മോശമല്ലേ അവിടെ. അതുകൊണ്ട് അവര് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു കേസുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കേസുകളുടെ കൂട്ടത്തിൽ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ 1/2022 ഉത്തരവനുസരിച്ച് ഇപ്പൊ IPS ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് അവധി ദിവസങ്ങളിൽ അവർ ഇന്റിമേറ്റ് ചെയ്താൽ മതി എന്ന ഉത്തരവുണ്ട്. അവർ അനുമതി വാങ്ങണ്ട, അറിയിച്ചാൽ മതി. ശ്രീജിത്ത് പക്ഷേ ഈ പുലിവാലാവെന്ന് അറിയാവുന്ന കാരണം അപേക്ഷ കൊടുത്ത് DGP അനുവാദം കൊടുത്തിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദമില്ലാതെ പോയി എന്ന് പറയുന്നത് തന്നെ വ്യാജമാണ്. അതൊന്ന്. 2, അവിടെ യൂണിഫോമിൽ ചെന്ന് അയാൾ യൂണിഫോം ഇട്ടിട്ടേ ഇല്ല. അതിന്റെ വീഡിയോ ദൃശ്യം ഉണ്ട്. അതെ, എനിക്ക് ഒരു ടീഷർട്ടായിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ കുഴപ്പം? ആർക്കാ കുഴപ്പം? അപ്പൊ ഇത് കണ്ടനുസരിച്ച് കോടതി വരുന്നു. കോടതി വന്നപ്പോൾ പണി കിട്ടിയത് എവിടെയാന്ന് വെച്ചാൽ കോടതി 3 മാസം നോട്ടീസ് കൊടുത്തു അന്വേഷിക്കാൻ. അപ്പൊ ആരാണ് ഹോം സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കണം. ഹോം സെക്രട്ടറി എന്ത് ചെയ്തു? മര്യാദയ്ക്ക് റിപ്പോർട്ട് കൊടുത്തതിന് പകരം ഇയാളെയും ശ്രീജിത്തിനെ ഒരുമിച്ച് ജോയിന്റ് മൊഴിയെടുക്കാൻ വിളിച്ചു. അപ്പൊ ഇയാൾ പോയില്ല, പരാതിക്കാരൻ പോയില്ല. അപ്പോ എക്സ്പാർട്ടി എന്ന് വേണേ പറയാം. എക്സ്പാർട്ടി ആയിട്ട് വിധി കൊടുത്തു. അവര് പറഞ്ഞു ശ്രീജിത്ത് അയാളുടെ തെളിവുകൾ കൊടുത്തു, അയാളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാഗം ശരിയാണ്, അതുകൊണ്ട് പരാതിക്കാരൻ ഹാജരായില്ല, ഇത്ര എഴുതി കൊടുത്തു. തീർന്നെന്ന് ഉറപ്പാണ്. കോടതി ചോദിച്ച ന്യായമായ ചോദ്യമാണ്. നിങ്ങൾ ADGP റാങ്കിൽ ഇരിക്കുന്ന അയാൾക്കെതിരെ AMV ധരിക്കുന്ന ഒരാൾ ഒരുമിച്ച് വരുത്തിയാൽ അത് മധ്യസ്ഥ ശ്രമമെന്ന് അയാൾ പറഞ്ഞാൽ അതെങ്ങനെ തള്ളാൻ പറ്റും? അങ്ങനെയാണ് അയാൾ പരാതി കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ അയാൾ പറഞ്ഞു. അതുകൊണ്ട് റിപ്പോർട്ട് റദ്ദാക്കുന്നു. മര്യാദയ്ക്ക് നടപടിക്രമങ്ങൾ പാലിച്ചു. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെ സെപ്പറേറ്റ് മൊഴിയെടുത്ത് മാത്രം ശ്രീജിത്തിന്റെ ഓൾറെഡി കൊടുത്തതാണ്. ഇയാളുടെ മാത്രം മൊഴിയെടുക്കുക.
സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ച് കൊടുത്താൽ കഴിഞ്ഞതാണ്. പക്ഷേ എന്തൊരു വിദ്വേഷ പ്രചരണം, എന്തൊരു നുണപ്രചരണം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ നാട്ടിൽ ഒരു DGP സ്ഥാനക്കയറ്റം ബാധിക്കുമോ? ഇല്ലെന്ന് ബാധിക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം, ഞാൻ ഈ ഷാജഹാൻ ഈ ശ്രീജിത്തിനെതിരെ നടക്കുന്നത് കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയൊരു ഭയമുണ്ട്, ചമ്മലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജഹാനെ പേടിയാണ് ഇവർക്ക്. ഷാജഹാനെ വെറുപ്പിച്ച ഷാജഹാൻ ഏതിനും പ്രതികരിച്ച് കളയും. ഷാജഹാനെ വെറുപ്പിക്കാൻ ആഭ്യന്തര പ്രതികരിക്കുക. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ലൈവായിട്ട് പ്രശ്നം നിൽക്കുന്നു. ഈ ലൈവായിട്ട് പ്രശ്നം നിൽക്കുമ്പോൾ അയാളുടെ മേൽ ഇപ്പം അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. ഈ അച്ചടക്ക നടപടി അങ്ങനെ പറയാമല്ലോ, ഒരു കേസ് കോടതി വിളിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്രൊമോഷനെ ബാധിക്കാം. ഈ പ്രൊമോഷനെ ബാധിക്കുക എന്ന് രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് MR അജിത് കുമാർ ഡൽഹിയിൽ പോയിട്ട് AICC നേതാക്കളെ വരെ കണ്ടു. ഇതിനകത്തുനിന്ന് നിങ്ങൾ അല്ല ഈ ശ്രീജിത്തിന് പ്രൊമോഷൻ കൊടുക്കരുത്, സുരേഷ് രാജ് പുരോഹിത് ഡിസംബർ കാലാവധി കഴിഞ്ഞ് തിരിച്ചും കൊണ്ട് വരും. അന്നേരം ഇപ്പം അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് DGP ഒഴിവാക്കേണ്ടി വരും. അത് എന്തോ ശ്രീജിത്തിനോട് സ്നേഹമേ, അപ്പം സർക്കാരിന് നാണക്കേടാണ്. അതുകൊണ്ട് ഒരിക്കലും കൊടുക്കരുത്, അത് ഡിസംബർ വരെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങേരുടെ വിചാരം അങ്ങേരുടെ കേസ് ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഈ സമയം കൊണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയി നേതാക്കളോട് പറഞ്ഞിരിക്കുക. ആലോചിച്ച് നോക്കി, എന്തൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതായത് ഈ മറ്റേ സുരേഷ് രാജ് പുരോഹിത് ഡിസംബർ വരെയാണ് ഉള്ളത്. ഏപ്രിൽ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആണ്. ഇനി അഥവാ അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിൽ തുടരാനോ അല്ലെങ്കിൽ അഡീഷണൽ കൊടുത്താൽ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ പുള്ളിയുടെ ലക്ഷ്യം ഇതാണ്, ശ്രീജിത്തിനെ അട്ടിമറിക്കണം. മാത്രമല്ല ഈ ഡിസംബർ വരെ കാത്തിരുന്നാൽ അയാൾ വന്നില്ലെങ്കിൽ നമുക്ക് കേസാവുമല്ലോ. കേസ് ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടണ്ട, അതേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്ക് കൊടുക്കാൻ കിട്ടണ്ട. എന്നെ അത്ഭുതപ്പെടുന്ന അതൊന്നുമല്ല. ഈ ഡിപിൻ എന്ന് പറയുന്ന എടവന എന്ന് പറയുന്ന ഒരു AMV ഇങ്ങനെ ചാടി ഇറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോരം ശക്തി ഉണ്ടാവും. ഉണ്ടെന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, അയാൾ ഫേസ്ബുക്കിൽ ഇട്ട എന്തോ ഹാനികരമായ പോസ്റ്റ്. രസന നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നേർക്ക് നേർ സംവാദത്തിന് എനിക്ക് നേർക്ക് നേർ കിട്ടണമെന്നാ പറയുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചു എന്ന് പറഞ്ഞ് അയാൾ കൊണ്ട് കോടതി കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ അത്ഭുതപ്പെട്ടത് അതല്ല, ഒരു DGP പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്നതാണ്. അത് ഈ പോലീസുകാർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, SI ലെവൽ വരെ എല്ലാവരും ഭയങ്കര സുഹൃത്തുക്കളായി. നെക്സ്റ്റ് പ്രൊമോഷൻ ഉണ്ടല്ലോ, ഈ CI ആകുന്ന സമയം, അന്നേരം തൊട്ട് ഓരോരുത്തരും മറ്റവനിട്ട് പണിയാൻ തുടങ്ങും. കാരണം ഈ CI അന്ന് പഴയ എന്നോട് നേരത്തെ ഉള്ള ആളാണ് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ എന്ന് പറയുമ്പോൾ അന്ന് കുറവാണ്. ഈ CI ആയി ഒരു സർക്കിളിലേക്ക് പോകണം, ഈ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരുത്തം മാറിയെങ്കിൽ അല്ലേ വേറൊരുത്തർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോഴല്ലേ എല്ലാം കൂടെ SHO ആക്കി സർക്കിളന്മാരെ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി പിന്നെ അതിനുശേഷം ചെല്ലുമ്പോൾ DYSP വീണ്ടും കുറയുക. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് നല്ല സ്റ്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റോനിട്ട് പണി. അങ്ങനെ പെണ്ണ് കേസ് വരെ നടത്തി ഒരു ഉദ്യോഗസ്ഥൻ എനിക്കറിയാം, നമ്മുടെ അറിയാവുന്ന ഒരു DYSPയെ ഇല്ലാത്തൊരു പെണ്ണ് കേസ് കുടുക്കി അയാളെ നശിപ്പിച്ച് നാശം ചെയ്തു. ഇതിന്റെ കാര്യം ഒരു പരാതി വന്നാൽ അത് ക്ലിയർ ചെയ്യാതെ ഇവർക്ക് അടുത്തത് കൊടുക്കാൻ പറ്റത്തില്ല. അത് PR ഓപ്പൺ ചെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല. അതായത് വകുപ്പ് തല നടപടി, എന്തിനും വകുപ്പ് തല നടപടി ഉണ്ടാകും. ഒരു ചുമ്മാ ഒരു പരാതി എന്നാലും ഈ വകുപ്പ് തല നടപടി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു ADGP റാങ്കിലിരിക്കുന്ന DGP പദവിയിലേക്ക് വരേണ്ട ഒരു മനുഷ്യൻ ആ പോലീസ് ഓഫീസർക്കെതിരെ എന്തോ ഒരു പണ്ട് ശ്രീജിത്തിനെതിരെ ഉണ്ടായ പല പരാതികളും പല വാർത്തകളും, അതിലെ ശ്രീജിത്തിന് വിദേശ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഭയങ്കര വാർത്തയാണ്. അപ്പം കോടതി കൊണ്ട് പരാതി കൊടുക്കുന്നു. കോടതി അപ്പം തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന അന്വേഷിക്കേണ്ട ഉത്തരവിടുന്നു. അപ്പോൾ എല്ലാം ഭയങ്കര വാർത്ത. ADGP അന്ന് IG ശ്രീജിത്തിന് വിദേശത്ത് കള്ളപ്പണ അക്കൗണ്ട് വാർത്തകളാണ്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് എന്നറിയോ, അങ്ങനെ ഒരു ബാങ്ക് പോലും ഇല്ല. അതായത് ഇവർ കൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ, അത് വ്യാജമായി നിർമ്മിച്ച അങ്ങനെ ബാങ്ക് പോലും ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞത് ആരും അറിയുന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം എനിക്കൊരു സിമി എന്ന് പറയുന്ന ബാങ്കിലുള്ള എൻ്റെ ഒരു വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്ത പെൺകുട്ടി പറഞ്ഞു, അയ്യോ സാറേ ഞാൻ കരുതി ഇയാൾ വലിയ കുഴപ്പക്കാരനാണ്, സാറിന് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട മെസ്സേജ് അയച്ചു. ഈ നിരന്തരമായി നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കരുതും ഇവരെല്ലാം വലിയ കുഴപ്പക്കാരാണ്, ഇതാണ് ഇവരുടെ ലക്ഷ്യം, കുഴപ്പക്കാരാണെന്ന് വരുത്തുക എന്നുള്ളതാണ്. ഈ MR അജിത് കുമാർ പണി നിർത്തിയില്ല, ഇത്രയൊക്കെ അയാൾക്ക് അനുഭവമായിട്ട് അയാൾക്ക് ഇപ്പോഴും കോൺഫിഡൻസ്. ആദ്യം അയാൾ വളരെ തകർന്നു പോയായിരുന്നു ഈ ഇതിന് പെർമിഷൻ കിട്ടാതെ വന്നപ്പോൾ, സ്റ്റേ കിട്ടാതെ വന്നു. പക്ഷേ ഇപ്പോഴും പുള്ളി ഇനി അവന് ശ്രീജിത്തിനെ അടുത്ത ആള് ശ്രീജിത്ത് ആയതുകൊണ്ട് ശ്രീജിത്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ശ്രീജിത്ത് ഞാനും തമ്മിൽ ചെറിയ പരിചയം ഉണ്ടല്ലോ. അവൻ നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് അയാളതാണ് ശ്രീജിത്താണ്. നമുക്ക് ശ്രീജിത്തിനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. MR മാത്രമല്ല പുള്ളി ഉള്ള വാർത്ത പോലും തരികയില്ല. അതെ, ശ്രീജിത്തിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വാർത്തയെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു പോലീസ് ഓഫീസറിനെ തച്ചങ്കരി. പക്ഷെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തുകൊണ്ട് തച്ചങ്കരിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ കിട്ടുമായിരുന്നു. ശ്രീജിത്തിനോട് ഞാൻ അത് ഷാജൻ ഞാൻ ഏതോ ഒരു കാര്യം മാത്രമേ വിളിച്ച് ചോദിച്ചിട്ടുള്ളൂ.
അധിഷ്ഠാതനാവുന്നുള്ള കാര്യമില്ല. അതൊക്കെ അതിൻ്റെ നടപടിക്ക് നടന്നോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും സഹായിക്കുന്നതാണ്, ഒരു കാരണത്തിലും സഹായിക്കത്തില്ല അത്. പക്ഷേ എന്തായാലും എന്താണ് ഒരു പോലീസ് ഓഫീസറുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ഇതിനകത്ത് ഭയങ്കര പൊളിറ്റിക്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഈ ചാർജ് എടുക്കുന്ന കാലം തൊട്ടുള്ള പരിപാടികളാണ്. എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ്. കോടതിയുടെ ചില പരാമർശങ്ങൾ ശ്രീജിത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞ മുഴുവൻ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ്. പക്ഷേ ശ്രീജിത്തിന് തിരിച്ചടി എന്ന രീതിയിലാണ് വാർത്തകൾ. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് മാധ്യമങ്ങൾ ആളുകൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു, അവർ ചെയ്യുന്നു. അതെങ്ങനെ തിരിച്ചടിയാകും എന്നുള്ളത് ഇവര് ആർക്കും അറിയില്ല. അല്ല, ഇത് സ്ഥിരമായിട്ട് കുറെ സ്റ്റോക്ക് ഹെഡിങ്സ്, അതെ, അവിടെയാണ് ഇത് പറ്റിപ്പോ. എന്തായാലും ശ്രീജിത്തിനെ ഇത് ക്ലിയർ ചെയ്തെടുത്ത് DGP ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.